നമ്മുടെ മാധവൻ, അതായത് ശ്രീകൃഷ്ണൻ്റെ ഓരോരോ മായാലീലകളെ, അതിൽ ഒരു മായാലീല ഞാനിവിടെ പറയാം. എന്തെന്നാൽ, ഒരിക്കൽ തപോനിധിയായ ദുർവാസാവ് മഹർഷി വ്രജത്തിൽ ചെന്നു. ശ്രീകൃഷ്ണ ദർശനമായിരുന്നു ഉദ്ദേശം. ലതാകുഞ്ചനിബിഡമായ യമുനാ തടത്തിൽ ആ ഋഷി പ്രൗഢൻ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു. അപ്പോൾ ലീലാലോലനായ നന്ദകിശോരൻ സമവയസ്കരോടൊപ്പം വിനോദ കേളികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. കുട്ടികളോടൊത്ത് ചേറാണ്ടും പൊടിയണിഞ്ഞും മുടിയഴിഞ്ഞും വസ്ത്രം മെഴിഞ്ഞും ഓടിക്കളിക്കുന്ന നന്ദജനെ കണ്ട് മുനി വിസ്മിതനായി. ഈ കാണുന്ന ശ്രീകൃഷ്ണൻ ഈശ്വരനോ? എങ്കിൽ കുട്ടികളുമായി ഇങ്ങനെ കേളിയാടുമോ? ഇല്ല, ഈ കുട്ടി നന്ദഗോപന്റെ പുത്രൻ മാത്രം, ഒരിക്കലും പരാത്പരനായ ഭഗവാനല്ല. ദുർവാസാവ് ഇപ്രകാരം മോഹിതനായി ചിന്തിച്ചിരിക്കവേ അദ്ദേഹത്തെ ശ്രീകൃഷ്ണൻ കണ്ടു. ഉടൻ തന്നെ ഭഗവാൻ ഓടിച്ചെന്ന് ആ മാമുനിയുടെ അംഗതലത്തിൽ കയറിയിരുന്നു. പിന്നീട് മടിയിൽ നിന്നിറങ്ങി ദൂരെ ചെന്ന് തിരിഞ്ഞ് ബാലസിംഹമെന്ന പോലെ ഒന്ന് ചിരിച്ചു. ചിരിച്ചുകൊണ്ടിരുന്ന ഭഗവാന്റെ ശ്വാസവേഗത്താൽ മുനി ഭഗവാന്റെ മൂക്കിനുള്ളിലേക്ക് കയറിപ്പോയി. അവിടെ നിബിഡവനമായ മറ്റൊരു ലോകം കണ്ട് ആശ്ചര്യഭരിതനായി. മഹർഷി അവിടെ പരിഭ്രമിച്ചു നടന്നു. അപ്പോൾ ഒരു പെരുമ്പാമ്പ് അദ്ദേഹത്തെ വിഴുങ്ങി. അതിനുള്ളിൽ പല ബ്രഹ്മാണ്ടങ്ങൾ, പല ലോകങ്ങൾ, ഗുഹകൾ, ദ്വീപുകൾ. മുനി നടന്നു നടന്ന് ഒരു പർവ്വതത്തിലെത്തി. ആ പർവ്വത സാനുവിൽ ദുർവാസാവ് തപസ് ചെയ്തു അനേക വർഷം. അപ്പോൾ ഭയങ്കരമായ ഒരു പ്രളയവും ഉണ്ടായി. ഭൂമി സമുദ്രത്തിൽ അങ്ങനെ മുങ്ങിപ്പോയി. ഒപ്പം മഹർഷീശ്വരനും പർവ്വതവും വെള്ളത്തിലായി. ആ സമുദ്രജല പ്രവാഹത്തിലൂടെ ഒഴുകി മുനി വലഞ്ഞ് എവിടെയും ജലം, എങ്ങും ഒരന്തവും കണ്ടില്ല. അങ്ങനെ 1000 യുഗങ്ങൾ കഴിഞ്ഞു. മുനി കണ്ടു, ആ മഹാണ്ഡത്തിൽ കാണായ ഒരു പർവ്വതത്തിൽ ചെന്ന് ശ്രീഹരിയെ സ്മരിച്ചുകൊണ്ട് ചുറ്റും നോക്കി. എങ്ങും ജലമയമായി കണ്ട് അത്ഭുതാധീനനായി. നിറഞ്ഞു കണ്ട ജലരാശിയിൽ അനേകം ബ്രഹ്മാണ്ടങ്ങൾ കാണുമാറായി. അതിനുമപ്പുറം വിരജാ നദി ഒഴുകുന്നതായും കണ്ടു. ജലത്തിലൂടെ സഞ്ചരിച്ച മുനി വിരജാ നദി കടന്ന് മറുകര പറ്റി. അവിടെ നിന്ന് നോക്കിയപ്പോൾ വൃന്ദാവനവും കണ്ടു. ഗോവർദ്ധനാചലവും യമുനാപുളിനവും കണ്ടു. യമുനാ തടസ്ഥമായ ഒരു വള്ളിക്കുടിയിൽ മഹർഷി പ്രവേശിച്ചു. അത്ഭുതം! അവിടെ സർവബ്രഹ്മാണ്ഡപതിയായ ശ്രീകൃഷ്ണ ഭഗവാൻ, ഗോലോകപതിയും പരിപൂർണതനുമായ ശ്രീരാധാപതിയെ മുന്നിൽ കണ്ട് ദുർവാസാവ് മഹർഷി ആനന്ദപുളകിതനായി. മുനീശ്വരനെ കണ്ട് ഭഗവാൻ ഹരി ഒന്ന് ചിരിച്ചു. അപ്പോൾ തന്നെ ദുർവാസാവ് ശ്രീകൃഷ്ണന്റെ മൂക്കിനുള്ളിലേക്ക് കയറിപ്പോയി. പുറത്തു വന്നപ്പോൾ യമുനാ തീരത്ത് കുളിച്ചുകൊണ്ടിരുന്ന നന്ദകുമാരനെ കണ്ടു. കാളിന്തി തടത്തിൽ ചങ്ങാതികളൊത്ത് കളിച്ചുകൊണ്ടിരുന്ന കൃഷ്ണനെ മുന്നിൽ കണ്ടപ്പോൾ മഹർഷി വിസ്മയപരതന്ത്രനായി. പരമാത്മാവായ കൃഷ്ണൻ തന്നെയാണ് നന്ദനന്ദൻ എന്ന് മനസ്സിലാക്കിയ ദുർവാസാവ് അഞ്ജലീബദ്ധനായി നമസ്കരിച്ച് സ്തുതിച്ചു. പലപാട് സ്തുതിച്ച ശേഷം അഹം നശിച്ച ദുർവാസാവ് ഭഗവാന്റെ അനുജ്ഞയും അനുഗ്രഹവും വാങ്ങി ബദരാശ്രമത്തിലേക്ക് പോയി. ഉത്കൃഷ്ട തപോധന എങ്കിലും അസമീക്ഷ്യകാരിയായ ഒരു മുനിയാണ് ദുർവാസാവ്. ക്ഷിപ്രകോപം അദ്ദേഹത്തിൻ്റെ അപാക മനസ്സിൻ്റെ പ്രത്യക്ഷ നിദർശനമാണ്. കാമക്രോധ വിവർജിതരും ദ്വന്ദ്വഭാവ നിർമുക്തരുമാണ് സ്ഥിതപ്രജ്ഞരായ മുനീശ്വരന്മാർ. അവർ ഭാവത്തിനതീതരാകയാൽ അവരുടെ മനസ്സ് അസ്പന്ദമായിരിക്കും. കണ്ട മാത്രയിൽ ഒന്നിനെപ്പറ്റി സംശയിക്കുക അവരുടെ രീതിയല്ല. എന്നാൽ ആ രീതിയായിരുന്നില്ല ദുർവാസാവിന്. വ്രജവനവിഹാരിയായ ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ ആ മുനിക്ക് ഭേദചിന്തയാണ് ഉണ്ടായത്. ഭേദഭാവം ആരുടെയും വസ്തുദർശന സാമർഥ്യമില്ലാതാക്കും. മഹർഷിക്ക് ഗോലോകനാഥനെ ഗോപാലബാലനായി കാണാൻ കഴിഞ്ഞുള്ളൂ.
വാസ്തവ ദൃഷ്ടി മൂടിക്കളയുന്ന അജ്ഞാനത്തിന്, അതായത് മായയ്ക്ക്, മാമുനി വംശവദനായിപ്പോയി. മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന സത്യത്തെ കാണാൻ കൃഷിയായിരുന്നിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഗോകുലബാലന്മാരുമായി കളിച്ചു രസിക്കുന്ന ശ്രീകൃഷ്ണനെ കേവലം ഒരു നന്ദകുമാരനായി കാണാനേ കഴിഞ്ഞുള്ളൂ. രജു കണ്ടത്തിങ്കൽ പന്നകബുദ്ധി ഉണ്ടാക്കാൻ മായയ്ക്കുള്ള കഴിവ് അപാരം തന്നെ. സംശയാലുവായി നിന്ന മുനിയുടെ അംഗതലത്തിലേക്ക് ഓടി വന്നിരുന്ന ശേഷം ഇറങ്ങി ദൂരെ പോയി നിന്ന് ചിരിച്ച ശ്രീകൃഷ്ണന്റെ നാസാദ്വാരത്തിലേക്ക് ദുർവാസാവ് ബലാൽ കയറിപ്പോയി. മുനി മാധവന്റെ മായാലീലകൾക്ക് അധീനനായി എന്ന് സാരം. അങ്ങനെയാവുന്ന വ്യക്തിയുടെ മനസ്സ് വിചിത്രമായ കൽപ്പനകളിൽ മുഴുകും. അയഥാർത്ഥങ്ങളായ അനവധി കാഴ്ചകൾ കാണാനും മായ എന്നാണല്ലോ. വാസ്തവമല്ലാത്തവയൊക്കെ കാണുന്ന ആ മായയ്ക്ക് യതിവര്യർ പോലും വിധേയമാകുന്നത് കഷ്ടം തന്നെ. ഭഗവാന്റെ നാസാദ്വാരത്തിൽ പ്രവേശിച്ച മുനി അനവധി വിചിത്ര ലോകങ്ങൾ കണ്ടു എന്ന് വെച്ചാൽ മായയുടെ മായാജാലത്തിൽപ്പെട്ട പലതും അനുഭവിച്ചു എന്ന് സാരം. പല പല ബ്രഹ്മാണ്ടങ്ങളും അവിടെ പലതരം പർവ്വതങ്ങളും ഗുഹകളും നികുഞ്ചങ്ങളും നദികളും മുനിവര്യർ ദർശിച്ചു. മുൻ പൊരുളറിയാതെ കുഴങ്ങിപ്പോയി. അദ്ദേഹം മായാബദ്ധനും ഐന്ദ്രാനുസാരിയുമായ ഒരു സാധാരണ പുരുഷനായി മാറിപ്പോയി. അപ്പോൾ മഹർഷിയെ ഒരു പെരുമ്പാമ്പ് വിഴുങ്ങി. ഈ പെരുമ്പാമ്പ് കാലത്തിൻ്റെ പ്രതീകമാണ്. മായാബദ്ധനായി കുറച്ചു കാലം കഴിച്ചപ്പോൾ മുനിക്ക് ചിന്തയുണ്ടായി. മനപരിപാകത്തിന് ദീർഘകാലം ആവശ്യമാണെന്ന് സാരം. ആ പാമ്പിൻ്റെ ഉള്ളിലിരുന്ന് ദുർവാസാവ് പല പല കാഴ്ചകളും കണ്ടു. മായയിൽ മുഴുകിയ വ്യക്തി കാലം കഴിയുമ്പോൾ ക്രമേണ തിരിച്ചറിവിലേക്ക് വരും. കാലം പലതരം പരിണാമങ്ങൾക്ക് കാരണമാകാറുണ്ടല്ലോ. തുടർന്ന് ശരണാഗതിയിലൂടെ രക്ഷോപാധി തേടും. ആ രീതി ദുർവാസാവിനുണ്ടായ അനുഭവത്തിലും കാണാം. വിചിത്ര ലോകങ്ങൾ കണ്ട് വിസ്മിതനായ മുനി പിന്നീട് കണ്ടത് ആ വിചിത്ര കാഴ്ചകൾക്കിടയിൽ ഒരു പർവ്വതത്തെയാണ്. ദുർവാസാവ് അതിൻ്റെ സാനുപ്രദേശത്തിനനുസരിച്ച് തപസ് ആരംഭിച്ചു. ഈ മായാബന്ധം വിട്ട് ഉണരുന്ന ബുദ്ധിയുടെ യത്നമാണ് തപസ്. പുരാണ കഥകളിൽ പരാമൃഷ്ടകളാകുന്ന പർവ്വതങ്ങൾ പലതും ബുദ്ധിയുടെ പ്രതീകങ്ങളായി നിരീക്ഷിക്കാവുന്നതാണ്. ഗോവർദ്ധനോദ്ധാരണാദി സന്ദർഭങ്ങളിലും ആവക ചിന്തകൾക്ക് അവസരമുണ്ട്. താന് ചെന്നെത്തിയിരിക്കുന്നത് ഒരു അപകടത്തിലാണെന്ന് തോന്നുമ്പോഴാണ് ഒരാൾ രക്ഷാമാർഗം ചികയുന്നത്. ഈവൻ ജന്തുക്കൾ പോലും ദുർവാസാവിൻ്റെ തപസ്സു മുറുകി ഭഗവാനിൽ ശരണം പ്രാപിക്കുകയല്ലാതെ മാർഗമില്ലെന്ന് തോന്നി തുടങ്ങി. ഉണ്ടായ ഭേദചിന്ത കുറയാൻ തുടങ്ങി. തപസ്സിൽ നിന്നുണർന്നപ്പോൾ കണ്ടതോ സർവത്ര ജലം. വ്യക്തിചിന്തം മായാക്കാഴ്ചകൾ വിട്ട് ഭക്തിയിൽ മുഴുകി എന്നതാണ് ജലമയം എന്ന പ്രതീകം വിശദമാക്കുന്നത്. സാക്ഷാൽ പ്രളയം തന്നെ. ആ പ്രളയത്തിൻ്റെ ഭൂമിയും പർവ്വതവും എല്ലാം മുങ്ങുന്നു. ഭക്തിയിൽ മുങ്ങിയ ഭക്തൻ സർവവും ഒന്നായി കാണുന്നു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ എന്നുറയ്ക്കുന്ന ഭക്തൻ മറ്റൊന്നും കാണാൻ സാധിക്കുകയേയില്ല. താനും ഭഗവാനുമായുള്ള പ്രളയത്താൽ അന്യഭാവങ്ങളെല്ലാം ഒടുങ്ങുന്നു. അനേക യുഗങ്ങൾ ആ വിധം കഴിച്ചു കൂട്ടിയ ദുർവാസാവ് പിന്നെയും പല പല ബ്രഹ്മാണ്ടങ്ങൾ കണ്ടു. അവിടെ ചെന്ന മാമുനി യമുനാ വ്രജദൃശ്യങ്ങൾ കണ്ടു. യമുനാ തടത്തിലെ വള്ളിക്കുടലിൽ രാധാപതിയായ ശ്രീകൃഷ്ണനെയും കണ്ടു. ഭക്തപരായണനായ ഭഗവാൻ ഭക്തനെ പരീക്ഷിച്ച് പ്രീതനായി സ്വയം പരീക്ഷിച്ച് അനുഗ്രഹിക്കുക പതിവാണ്. ഈ കഥയിലും അതാണ് ഇവിടെ സംഭവിച്ചത്. മായാബന്ധനത്തിൽ നിന്ന് മോചിതനായി ഭഗവത് ദർശനം നേടി അനുഭവിക്കുകയാണ് ദുർവാസാവ്. അഥവാ ദുർവാസാവിൻ്റെ വിശുദ്ധമായ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ ഭക്തനെ അനുഗ്രഹിച്ച് ദർശനം നൽകി എന്ന് അർത്ഥം.
ഈ ദുർവാസാവ് യമുനാതടത്തിൽ വള്ളിക്കുടിലിൽ ശ്രീകൃഷ്ണനെ കണ്ടു. ഈ വള്ളിക്കുടിലിൽ മനസ്സു തന്നെയാണ് യമുനയാകട്ടെ ഭക്തി പ്രതീകവും. ഭക്തി നദീതീരം ഭഗവാന്റെ വസതിയാണ്. യമുനാതട നികുഞ്ചത്തിൽ ശ്രീകൃഷ്ണൻ വസിക്കുകയായിരുന്നല്ലോ. ഭക്തമാനസത്തിൽ ഭഗവാൻ നിത്യവാസം ചെയ്യുന്നു എന്നാണ് ഇതിന് അർത്ഥം. അപ്പോൾ ഭക്തനുണ്ടാകുന്ന ആനന്ദം അനവദ്യമായ അനുഭൂതിയാണ്. ഈ ദുർവാസാവ് ചെയ്ത ശ്രീകൃഷ്ണ സ്തുതിയിൽ ആ നന്ദത്തിൻ്റെ നിറവും കാണാം. ഭേദചിന്തയാൽ മായയിൽ മുഴുകിക്കണ്ട ദുർവാസാവല്ലേ ഈ സന്ദർഭത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ യമുനാതടത്തിൽ വീണ്ടും കണ്ടപ്പോൾ ദുർവാസാവ് ആ പരാൽപരനെ അഞ്ജലീബദ്ധനായി നമസ്കരിച്ചു. നന്ദകുമാരൻ സാക്ഷാൽ ശ്രീകൃഷ്ണനാണെന്ന് ഉറച്ച് ആനന്ദവും അനുഭവിച്ചു. ദുർവാസാവിൻ്റെ നമസ്കാരം വിവേകമാർന്ന മനസ്സിനെ വ്യക്തമാക്കുന്ന വസ്തുവിവേകം തന്നെ. ബാലം നവീന ശതപത്ര വിശാലനേത്രം ബിംബാധരം സങ്കരമേഘരുചിം മനോജ്ഞം മന്ദസ്മിതം മധുരസുന്ദര മന്ദയാനം ശ്രീനന്ദനന്ദനമഹം മനസാ സ്മരാമി. ദുർവാസാവിൻ്റെ ഈ സ്തുതിയിൽ ഭക്തി തുളുമ്പി ഒഴുകുകയാണ്. ഈ ബാലൻ നന്ദനന്ദനൻ മാത്രമാണ്, ഈശ്വരനല്ല എന്നു ഭാവിച്ച മുനി ശ്രീനന്ദനന്ദനമഹം മനസാ സ്മരാമി എന്ന് പറയുമാറു മാറി. ഭക്തൻ ഭഗവാനെ അംഗപ്രത്യംഗ വർണ്ണനയിലൂടെ എത്ര സ്തുതിച്ചാലും മതിവരികയില്ല. അതുപോലെ തന്നെ ഭഗവാന്റെ ഓരോ ചലനവും രൂപം മധുരം, വചനം മധുരം എന്നു തുടങ്ങി മധുരാധിപതി രഖിലം മധുരം എന്നുവരെ സങ്കല്പിച്ചേ ഭക്തൻ തൃപ്തനാവും. ഈ ദുർവാസാവും ഭിന്നമല്ല. മതം ശമിക്കുമ്പോൾ മാത്രമേ തിരിച്ചറിവുണ്ടാകൂ. ശ്രീകൃഷ്ണ മായയിൽ പെട്ടുപോയ ദുർവാസാവിന് തത്വമറിയാൻ വളരെ കഷ്ടപ്പെടേണ്ടി വന്നു. പാപിയെയും തങ്കലേക്ക് ആകർഷിക്കുക എന്ന തത്വപ്രപഞ്ചനമാണ് കൃഷ്ണലീലകളുടെ പൊരുൾ. അഹംമാനിതയോടെ എത്തുന്നവരെ അഖിലം ഞാനിതെന്നപടി തോന്നിച്ച് ആനന്ദമനുഭവിക്കുകയാണ് അതിൻ്റെ രീതി. കൃഷ്ണമായയിൽ നിന്ന് ദുർവാസാവ് പഠിച്ചതും അതുതന്നെയാണ്. തുടർന്ന് തിരുനാമപ്പഴും നാവിന്മേൽ പിരിയാതിരിക്കണമെന്ന ചിന്തയോടെ കൃഷ്ണനാമജാലങ്ങളെ ജപിപ്പതും ചെയ്തു. മാമുനി അദ്ദേഹം ബദരാശ്രമത്തിലേക്കാണ് പോയത്. ഈ തപസ്സിൻ്റെയും സന്യാസത്തിൻ്റെയും ലക്ഷ്യസ്ഥാനമാണത്. ബ്രഹ്മതത്വമറിഞ്ഞ വ്യക്തി ആനന്ദമയമായ മനസ്സിൽ ഈശ്വരനെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിക്കൊണ്ടേയിരിക്കും. ഈശ്വരസ്തുതിയുടെ അനുശ്രുതി കാണിക്കാനാണ് ബദരി ആശ്രമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭക്താഗ്രണീയായ ഉദ്ധവനും ശ്രീനാരദനും നരനാരായണന്മാരും സുദീർഘകാലം തപം ചെയ്ത് പുണ്യഭൂമിയാണല്ലോ ഈ ബദരികാശ്രമം അല്ലേ. അതുകൊണ്ടാണ് ആ ദുർവാസാവ് ബദരാശ്രമത്തിലേക്ക് പോയത് എന്ന് നാം ഇവിടെ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഇത്രയും പറഞ്ഞ് ഇവിടെ നിർത്തുന്നു. കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ.